പാലക്കാട് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല. അത്തരത്തിലൊരു നിർദ്ദേശം നൽകാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനത്തുനിന്നായിരുന്നുകൊണ്ടാണ്. വേണ്ടാത്ത രാഹുലിനെ ഇനി ജനങ്ങൾക്ക് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ്. രാഹുലിന്റെ മുന്നിലേക്ക് തിരിച്ചറിയുന്നുണ്ട്. ഇനിയും ഒരുപാട് നാൾ ഈ പുറത്തു വന്നത് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള നിർബന്ധിത അടക്കം ഗുരുതര സ്വഭാവമുള്ള രാജിവെക്കുക എന്നുള്ള ആവശ്യം തന്നെയാണ് എല്ലായിടത്തും ഉയർന്നത്. ഇന്ന് യുവമോർച്ചയുടെ അടക്കം പ്രതിഷേധം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്. തീരുമാനം എന്തായാലും
ഇത്തരത്തിൽ ഒരു രാഹുൽ എല്ലാ സ്ത്രീകളോടും ഓടിച്ചെന്ന് സംസാരിക്കുന്ന എല്ലാ സ്ത്രീകളോടും രാഹുൽ അപ്പോൾ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അതുതന്നെയാണ് ഇവിടെയും ഇത്തരത്തിലൊരു ചിത്രവുമായി ഒരാളെ ഈ ബാനറിന് മുന്നിലൂടെ നടത്തുന്നത്. എന്തായാലും പക്ഷേ കോൺഗ്രസിന്റെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കളും രാഹുലിനെ ഇന്നും പിന്തുണയ്ക്കുന്നു എനിക്ക് നമ്പരായിരുന്നു രാത്രി ഇരുന്ന് വിളിക്കാൻ ഞാൻ എന്താ ചെയ്യണം ആരും നമ്പർ
ഞാൻ എന്താ ചെയ്യണം? സ്വന്തം പാർട്ടിക്കാരും പറയും ഞാൻ രാജിവെക്കണോ? അത് തെളിവില്ല, തെളിവാണുള്ളത്. കണ്ട അടിക്കുന്നുണ്ടോ? എത്ര അമ്മമാർക്ക് അറിയാതെ ഞാൻ നിരപരാധിയാണെന്ന് കോടതി പറയട്ടെ. കോടതി പറയുമ്പോൾ ഞാൻ രാജിവെക്കും, അല്ലെങ്കിൽ ഞാൻ രാജിവെക്കില്ല. കോടതി വേണ്ട ഞാൻ കുറ്റക്കാരനാണെന്ന് കണ്ടോ? അടിക്കാനായിട്ട് കൊണ്ടുവന്നാണോ? സമ്മതിക്കരുത്. നമ്മുടെ ബാക്കിൽ തമ്പേണ്ണ
മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ MLA മുകളിൽ ഒരു നിയമങ്ങളും എടുക്കാത്ത ഈ കോടതിയോടും പോലീസിനോടും ഞങ്ങൾ ചോദിക്കുന്നു, എന്താണ് രാഹുലിന്റെ പ്രത്യേകത? രാഹുൽ എന്താ പൊമ്പുണ്ടോ? ഞങ്ങൾ വനിതകൾ ഒരേ സ്വരം പറയുന്നു, രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമര മുറകളുമായി നിരത്തിലിറങ്ങുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുറച്ച് ആൾക്കാർക്ക് ഒരു നിയമവും ശക്തമായ എന്തിനൊക്കെയാണ് ഞങ്ങളുടെ നിയമത്തിൽ ഞങ്ങളെ നോക്കിക്കാണുന്ന നേതാക്കന്മാർ ഇവരിങ്ങനെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ സ്ത്രീജനങ്ങൾ എങ്ങനെ വെളിയിലിറങ്ങും? എന്ത് വിശ്വസിക്കും? രാവും പകലുമില്ലാതെ ഫോൺ നമ്പർ തപ്പി ഫോണിൽ വിളിച്ച ഞങ്ങൾ എന്തായാലും ഈ സമൂഹത്തിൽ ജീവിക്കും. തീർച്ചയായിട്ടും കേരള സമൂഹത്തിലെ സ്ത്രീജനങ്ങൾ നിരത്തിലിറങ്ങും. അതിനിടയാക്കാതെ നാണമുണ്ടെങ്കിൽ രാഹുൽ രാജിവെച്ച് പുറത്തു പോവുക. ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്തിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ബഹുമാനിയായിട്ടുള്ള ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷ, പാർട്ടിയുടെ മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷ കൂടിയായിട്ടുള്ള ശ്രീമതി ഐശ്വര്യ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ VS നിതിൻദേവ്, ശ്രീ ഇടവട്ടം വിനോദ്, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ശ്രീമതി അഞ്ജന സുരേഷ്, ശ്രീമതി സുഗന്ധി, ശ്രീമതി വിജയലക്ഷ്മി, ശ്രീമതി ശശികല റാവു, ശ്രീമതി മോഹൻദാസ്, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ശ്രീ രാജപിള്ള, മറ്റ് മഹിളാ പ്രവർത്തകരായിട്ടുള്ള സഹപ്രവർത്തകർ, ബഹുമാനായ മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു പ്രതീകാത്മകമായ ഒരു സമരം ഇവിടെ നടന്നു. ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പാലക്കാടിന്റെ ജനപ്രതിനിധി. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തന്റെ പദവി മറന്നുകൊണ്ട് ജനങ്ങൾ നൽകിയ അംഗീകാരം 5 വർഷക്കാലം തന്റെ മണ്ഡലത്തിലെ ജനങ്ങളെ സേവിച്ചു കൊള്ളാൻ ആ ജനങ്ങൾ നൽകിയ അംഗീകാരത്തിന്റെ ഫലമായി MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ പദവി മറന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പേക്കൂത്തുകളുടെ നിരന്തരമായ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആദ്യത്തെ ഒരു പെൺകുട്ടിയും പറഞ്ഞത് ആ പെൺകുട്ടിയുമായി വ്യക്തിപരമായ അടുപ്പം സ്ഥാപിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ ലൈംഗികപരമായി ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം രാഹുൽ മാങ്കൂട്ടം നടത്തി. ആ പരിശ്രമം നടത്തിയ സമയത്ത് ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കാത്തതിന്റെ പേരിൽ ഒന്ന് ആലോചിക്കണം. ഈ നാടിന്റെ ഒരു ജനപ്രതിനിധി, ഒരു MLA പറയുകയാണ്, എന്റെ ആഗ്രഹം സാധിച്ചില്ല എങ്കിൽ നിന്നെ കൊലപ്പെടുത്താൻ പോലും ഞാൻ മടിക്കില്ല എന്ന് പറയുന്ന, എന്ന് ചാറ്റ് ചെയ്യുന്ന ഒരു MLA. രാത്രിയായി കഴിഞ്ഞാൽ ആ നിരവധി പെൺകുട്ടികളുടെ മൊബൈൽ ഫോണിലേക്ക് അശ്ലീല ചാറ്റുകളുമായി പോകുന്ന ജനപ്രതിനിധികൾ. ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവർ ആദ്യം ഒരു തീരുമാനമെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേവലം ഒരു MLA മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെ അവരുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ആദ്യമേ തന്നെ അവർ തീരുമാനമെടുത്തു, സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള പദവിയിൽ നിന്ന് രാജിവെച്ചു. അവരുടെ സംഘടനയിലെ യുദ്ധന്മാർക്ക് രാഹുലിനെ വേണ്ട, ഞങ്ങൾക്ക് തർക്കമില്ല. ഇന്ന് പറയുന്നത് പാർലമെന്റ് കമ്മിറ്റിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു. ഇനി കോൺഗ്രസ് MLA-മാരുടെ കൂട്ടത്തിൽ ആ രാഹുലിന് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത്. നിങ്ങളുടെ പാർട്ടിക്ക്, നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത, നിങ്ങളുടെ കോൺഗ്രസിന് വേണ്ടാത്ത ഈ MLA ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട എന്ന ബോധ്യം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾക്കുണ്ടാവും. ഒരു തവണയല്ല. അതിനുശേഷം നിങ്ങൾക്കറിയാം, ഒരു പ്രമുഖയായിട്ടുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി. വിവാഹം വാഗ്ദാനം നൽകിക്കൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ആ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി. ആ പെൺകുട്ടി പ്രഗ്നന്റായി. എന്നിട്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മാന്യമായ പെൺകുട്ടിയെ കല്യാണം കഴിക്കാം എന്ന് വാഗ്ദാനം കൊടുത്തതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. ആ പെൺകുട്ടിയോട് പറഞ്ഞത്, നിന്നെ കൊലപ്പെടുത്തണമെങ്കിൽ എനിക്ക് സെക്കൻഡുകൾ മാത്രമാണ്, ഒരാളെ കൊല്ലണമെങ്കിൽ സെക്കൻഡുകൾ മാത്രം മതി എന്ന് പറയുന്ന ജനപ്രതി. പിന്നെ പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ വുമൺ, എന്താ പറയുന്ന ഒരു അവന്തിക എന്ന് പറയുന്ന പേരുള്ള ഒരു ട്രാൻസ്ജെൻഡർ,
ഒരു വൈകൃതത്തിന് ഉടമയായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾക്ക് പെരുമാറാൻ കഴിയുന്ന നിലയിൽ പെരുമാറുന്ന ജനപ്രതി ആ സ്ഥാനത്തിരിക്കുവാൻ അർഹതയുണ്ടോ എന്ന് ഇവിടുത്തെ പൊതുസമൂഹം തീരുമാനിക്കണം. ഈ പൊതുസമൂഹം ഇത് പ്രതീകാത്മകമായ ഒരു വിചാരണയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതുപോലെ പ്രതീകാത്മകമായിട്ടല്ല. ഈ രാഹുൽ മാങ്കുളത്തിലെ തെരുവിൽ വിചാരണയെ രാഹുൽ മാങ്കുളത്തിലെ MLA പദവി രാജിവെച്ചില്ല എങ്കിൽ തെരുവിൽ നേരിട്ടുകൊണ്ട് തെരുവിൽ ഇതുപോലുള്ള മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും ചുലക്കുട്ടികളായിട്ടുള്ള BJPയുടെ സംഘടനയിൽപ്പെട്ടവർ ഈ രാഹുൽ മാങ്കുളത്തിനെ പരസ്യമായി കൈകാര്യം ചെയ്യണം. ഈ കേരളത്തിലെ സഹോദരിമാരുടെ മാനത്തിന് വിലയുണ്ട്. ആ സഹോദരിമാരുടെ മാനത്തിന് വിലയുണ്ട് എന്ന് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മനസ്സിലാക്കണം. ഇവിടുത്തെ APCC പ്രസിഡന്റ് മനസ്സിലാക്കണം. എന്തുകൊണ്ട് കോൺഗ്രസുകാർക്ക് ഇതിനെതിരെ തക്കതായ നടപടിയെടുക്കാൻ കഴിയുന്നില്ല? അത് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. കോൺഗ്രസ് നടപടി എടുത്തു തുടങ്ങിയാൽ സ്ത്രീ പീഡനത്തിന്റെ പേരിൽ, പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന്റെ പേരിൽ, അവരെ ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാക്കന്മാരും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ കാണില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, KPCC പ്രസിഡന്റായിട്ടുള്ള K മുരളീധരൻ. ആ മുരളീധരൻ പ്രസിഡന്റായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അവരുടെ ആസ്ഥാന മന്ദിരം, ആ ആസ്ഥാന മന്ദിരം അന്ന് കുപ്രസിദ്ധി ആർജിച്ച ഒരു ആസ്ഥാന മന്ദിരമായിരുന്നു. ആസ്ഥാന മന്ദിരത്തിൽ ഒരു പ്രത്യേക ബെഡ്റൂം ഉണ്ടായിരുന്നു. ആ ബെഡ്റൂമിന്റെ കഥകളെ കുറിച്ച് ഈ നാട്ടിൽ പറഞ്ഞത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളല്ല. KPCC പ്രസിഡന്റായിരുന്ന മുരളീധരന്റെ വിക്രിയകളെ കുറിച്ച് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞത് BJP അല്ല. അത് പറഞ്ഞത് ഇപ്പോഴത്തെ കാസർഗോഡ് MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനാണ് പറഞ്ഞത്. ആ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം നമുക്കറിയാം കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടതാണ് സരിതാ നായരുമായി ബന്ധപ്പെട്ട വിഷയം. ആ സരിതാ നായരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായ വ്യക്തി, ആ സരിത എന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ ലൈംഗികമായി പീഡിപ്പിച്ച വ്യക്തി, ഇന്ന് AIC ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളാണ് വേണുഗോപാൽ. ആ വേണുഗോപാൽ ആ പദവിയിൽ ഇരിക്കുന്നു. ഇന്ന് അവരുടെ എല്ലാം ഏറ്റവും മുതിർന്ന അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് തായ്ലാന്റിലെയും വിയറ്റ്നാമിലെയും സഹോദരിമാർക്ക് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ 1-2 മാസം കൂടുമ്പോൾ എണ്ണയിടാൻ പോകുന്ന രാഹുൽ ഗാന്ധിയെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവായി തിരിച്ചറിയാനുള്ള ശേഷി തായ്ലാന്റിലെയും വിയറ്റ്നാമിലെയും വനിതകൾക്കുണ്ടായിരുന്നെങ്കിൽ അവരുടെ രാഹുൽ ഗാന്ധി എന്നേ ജയിലിൽ പോയത്. അങ്ങനെ നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത പീഡന കഥകളുമായി ഈ ജനപ്രതികൾ ഈ പൊതുസമൂഹത്തെ അപമാനിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കൊല്ലത്തിന്റെ മണ്ണിൽ നിൽക്കുമ്പോ വലതിൽ മാത്രമല്ല നമുക്ക് പറയാൻ കഴിയുന്നതുണ്ട്. ഇപ്പോ മനസാക്ഷിയോടുകൂടി അല്ലെങ്കിൽ തന്റെ ഇടത്തോടുകൂടി സമരം ചെയ്യുവാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള CPM-ന്, അവരുടെ യുവജന സംഘടനയായിട്ടുള്ള DYFI-ക്കും വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI അടക്കമുള്ള സംഘടനകൾക്ക് എന്തുകൊണ്ട് ആത്മാർത്ഥത്തിൽ കൊല്ലം ജില്ലയിൽ ഇന്ന് വരെ ഒരു സമരം നടത്തുവാൻ അവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അതിനർത്ഥം അവരുടെ പീഡന കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കൊല്ലത്തിന്റെ MLA ആയിട്ടുള്ള ശ്രീ മുകേഷിന്റെ നാവിൽ 5 മണി കഴിഞ്ഞാൽ വികട സരസ്വതി വിളയാടുന്ന മുകേഷിന് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ എങ്ങനെയാണ് അവർക്ക് സമരം ചെയ്യാൻ കഴിയുന്നത്? ഒരു നാണയത്തിന്റെ 2 വശങ്ങളായി കേരളത്തിലെ ഇടതും വലതും സംഘടനയിൽപ്പെട്ട യുവജന സംഘടനയിൽപ്പെട്ട ജനപ്രതിനിധികൾ അടക്കമുള്ളവർ കേരളത്തിൽ സ്ത്രീ പീഡകന്മാരായി മാറുന്നു. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയായി കോലം കുത്തിയായി നിൽക്കുന്നു. ആ സാഹചര്യത്തിലാണ് മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും BJP-യുടെയും ഒക്കെ നേതൃത്വത്തിൽ നിരവധി സമര പോരാട്ടങ്ങൾക്ക് കേരളത്തിൽ യുവജന സംഘടനകളും മഹിളാ സംഘടനകളും ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള സംഘടനകൾ സമരരംഗത്തിറങ്ങുന്നത്. ഞങ്ങളുടെ ഈ സമരം കൂടുതൽ ശക്തിയായി, കൂടുതൽ ശക്തിസ്വരൂപിയായി കേരളത്തിലെ അമ്മമാരെയും സഹോദരിമാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകന്മാരുടെ കൈകളിൽ കയ്യാമം വെച്ചുകൊണ്ട് ഇവരെ തെരുവിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സമരം കൂടുതൽ ശക്തി സ്വരൂപിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെമ്പാട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രതിഷേധത്തിന് നന്ദി പറയാൻ വേണ്ടി നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ചേട്ടൻ
തിരിച്ചു നടന്നത്. മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷ, ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷ ശ്രീമതി ഐശ്വര്യ, ഈ പരിപാടിയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സമാരാധനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ എസ് പ്രശാന്ത്, പ്രിയപ്പെട്ട മഹിളാ മോർച്ചയുടെയും പാർട്ടിയുടെയും നേതാക്കന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, നമസ്കാരം. ഭാരതീയ ജനതാ മഹിളാ മോർച്ച ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട്, കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ തന്റെ ലൈംഗിക ദാഹം തീർക്കാനായിട്ടുള്ള വിൽപ്പന ചരക്കുകളായി മാറ്റിക്കൊണ്ട് അങ്ങനെ മാറ്റിയ ഒരു MLA, ആ MLAയുടെ രാജി ആവശ്യപ്പെടാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ UDF സംവിധാനം കോൺഗ്രസ് പാർട്ടി ആശങ്കാജനകരായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ മഹിളാ മോർച്ച ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരാളെയാണോ, രണ്ടാളെയാണോ, മൂന്നാളെയാണോ? ചാനൽ റിപ്പോർട്ടർമാരുടെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ ഈ ടിഷ്യൂ ബോക്സിൽ നിന്ന് ടിഷ്യൂ എടുക്കുമ്പോൾ ഓരോന്നിങ്ങനെ പൊങ്ങി വരുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നായി ഇനിയും ധാരാളം രാഹുൽ മാങ്കൂട്ടത്തിൽ കഥകൾ വരാനുണ്ടെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംരക്ഷണം തീർക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി എടുക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിരോധത്തിലാക്കുന്ന എന്ത് കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുള്ളത് എന്ന് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്, കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. രാഹുലിനെതിരെ സംസാരിച്ച കോൺഗ്രസിന്റെ വനിതാ MLAമാര് വലിയ തോതിൽ സൈബർ ആക്രമണം നേരിടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റിട്ട AICC ജനറൽ സെക്രട്ടറി AC വേണുഗോപാലിന്റെ ഭാര്യ സ്ത്രീകൾക്ക്, ഇയാളെ പറ്റി സ്ത്രീകൾ ഭയത്തോടെയാണ് സംസാരിക്കുന്നതെന്ന് പോസ്റ്റിട്ട ശ്രീമതി K ആശ മിനിറ്റുകൾക്കകം ആ പോസ്റ്റ് പിൻവലിച്ചു പോകുന്ന സാഹചര്യം. അപ്പോ AICCയുടെ കോൺഗ്രസ് പാർട്ടിയുടെ നാലാമനെ പോലും വരുതിയിൽ നിർത്താൻ സാധിക്കുന്ന എന്തോ ഒരു വലിയ ബോംബും പേറിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നടക്കുന്നത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം സംശയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കുമോ? ഇന്ന് മാധ്യമങ്ങളെ കണ്ട KPCC പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചു, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം പാർട്ടി നടത്തുന്നുണ്ടോ എന്ന്. അപ്പോൾ ആ ചോദ്യത്തിന് പ്രതികരിക്കാതെ ഞങ്ങൾ യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്തുന്നില്ല എന്നൊരു ഒഴുക്കൻ മറുപടി പറഞ്ഞാണ് അവർ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം നടത്താൻ മാത്രം അത്തരത്തിൽ ശേഷിയുള്ള ഒരു കോൺഗ്രസ് നേതാവോ കോൺഗ്രസ് പാർട്ടിയിലില്ല. രാഷ്ട്രീയ നടത്താൻ സാധിക്കുമോ? AC വേണുഗോപാലിന് നടത്താൻ സാധിക്കുമോ? എൽദോസ് കുന്നപ്പള്ളിക്ക് നടത്താൻ സാധിക്കുമോ? വിൻസെന്റ് MLAക്ക് നടത്താൻ സാധിക്കുമോ? PC വിഷ്ണുദാസിന് നടത്താൻ സാധിക്കുമോ? ഏതെങ്കിലും കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിന് രാഹുലിനെതിരെ സംസാരിക്കാൻ സാധിക്കുമോ? അങ്ങനെ സംസാരിച്ചാൽ സരിതയുടെ കഥകളും മറ്റു പല കഥകളും രാഹുലും പൊതുസമൂഹത്തിൽ പറയാൻ തയ്യാറാകും. ഇങ്ങനെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ നേതൃത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ത്രീ വേട്ടക്കാരൻ, ലൈംഗിക ചൂഷകൻ, കാമവറിയൻ ഈ സമൂഹത്തിൽ ഇങ്ങനെ വിരാജിച്ച് നടക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിങ്ങൾ നോക്കൂ. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ആളെ പാലക്കാട് പോലുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ MLA ആയി തുടരണമെന്ന് പറയുന്നതിനകത്ത് എന്ത് നീതിയാണുള്ളത്? പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഇവിടുത്തെ പ്രതിപക്ഷം, ഇവിടുത്തെ ഭരണപക്ഷം? എന്തേ പണ്ട് ശബരിമല സമരമുണ്ടായ സമയത്ത് പാവപ്പെട്ട ശബരിമല ഭക്തന്മാരുടെ വീടുകളെല്ലാം കയറി ഇറങ്ങി ചവിട്ടി തെളിച്ച് ഓരോ പോലീസ് സ്റ്റേഷനിലും നൂറുകണക്കിന് FIR ഇട്ട ഇവിടുത്തെ പിണറായി വിജയന്റെ പോലീസിന് പിണറായി വിജയൻ എന്താ പ്രതികരിക്കാൻ സാധിക്കാത്തത്? കാരണം അവരും ഇവരും വ്യത്യസ്തരല്ല. അതുകൊണ്ട് രാഹുലിനെതിരെ പറയാനുള്ള യോഗ്യത പിണറായി വിജയനും CPM-നും ഇല്ല. അവരെ പറയാൻ സാധിക്കില്ല. പറഞ്ഞാൽ അത് സ്വന്തം പല്ലുകുത്തി മണക്കുന്ന തുല്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രണ്ടു കൂട്ടരെയും നാം തിരിച്ചറിയാൻ തയ്യാറാകണം. ഇങ്ങനെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ മാനത്തിന് കീഴ്വഴക്കം സൃഷ്ടിക്കുന്നവന്മാർ, കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ മാനത്തിന് വില പറഞ്ഞവൻ ഇന്നും MLA തുടരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ആ കാര്യത്തിൽ ഒരേപോലെ ഉത്തരവാദിത്തങ്ങളാണ്. ആ ഉത്തരവാദിത്തങ്ങളായി ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ ഒരു മൂന്നാം ചേരി ഈ
മണ്ണിലുണ്ടാകണം. ഒരു വികസിത കേരളം ഇവിടെ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ. ഞങ്ങളുടെ സഹോദരിമാർക്ക് ഞങ്ങളോടൊപ്പം ഏത് പാതിരാത്രിയിലും എവിടെയും വരാൻ സാധിക്കുമെന്ന ധൈര്യം ഞങ്ങളുടെ സഹോദരിമാർക്കുള്ളത് ഞങ്ങളുടെ വിശ്വാസമാണ്. ഞങ്ങൾ അവരെ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരില്ല. അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തും ഞങ്ങൾ. അത് പറയാൻ തന്റേടമുള്ള ഏക രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അത് നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ്. അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് ഈ ലൈംഗിക വെറിയനെ, ഈ ചൂഷകനെ, ഈ വേട്ടക്കാരനെ സംരക്ഷണം തീർക്കാതെ അയാളെ MLA സ്ഥാനം എത്രയും പെട്ടെന്ന് രാജിവെപ്പിക്കാൻ തയ്യാറാകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചിനെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. മറ്റേ ഇല്ലേ, അതായത് ബൂത്ത് തലത്തിൽ നിന്നുള്ള ബൂത്തല്ല, നമ്മുടെ ഏരിയ ജനറൽ സെക്രട്ടറി ഏരിയയിലെ ഗ്രൂപ്പുകളുണ്ട്. അതുണ്ടെങ്കിൽ ഏരിയയുടെ ഞാൻ അവരെ വിളിച്ചിട്ട് നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയ കാണാമായിരുന്നു. 6 പേരെ കാണാം, 2 പേരെ കിട്ടാറുണ്ട്. പിന്നെ വേണ്ടത് അല്ലാതെ അല്ലേ? അത്